ഹലോ ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട് ആക്ച്വലി. അപ്പോൾ അതിനാണ് ഈ വീഡിയോ ലെസണായിട്ട് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കുറേ ദിവസം ലീവ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമയമില്ല മക്കളെ, തീരെ സമയമില്ല. നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുവാണ്. ഈ ലീവ് ഒന്നും നമ്മുടെ എക്സാമിനെ ബാധിക്കില്ല, അതൊക്കെ കൃത്യമായിട്ട് നടക്കും. അതുകൊണ്ട് വി ഹാവ് ടു പ്രിപ്പയർ മോർ ഡീപ്ലി ഓൺ അവർ ലെസൺസ്. നമ്മുടെ ലെസൺസ് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് ലീവ് കിട്ടിയതുകൊണ്ട് പഠിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാനിപ്പോൾ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതുപോലെ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമല്ലേ. നമുക്ക് ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കണ പോലെ സംസാരിച്ച് കുറച്ച് പോർഷൻസൊക്കെ അങ്ങ് കവർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 37 ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യണത്. ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 111 കൊണ്ട് ഗുണിക്കാനുള്ള ഒരു പോർഷനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോർഷൻസാണ്. അപ്പോൾ അതല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ പോർഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്ക് ടു അവർ ബോർഡ്. യെസ്, കമോൺ. നമുക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാം, എങ്കിൽ മാത്രമേ മാത്സ് എളുപ്പമായിട്ട് മാറുള്ളൂ. അതിലൊന്നാമത്തെ നിങ്ങൾ നോക്കുക, ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കണം, ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്ത് വെക്കണം, എന്നിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻസിൽ പറയുന്നത് 1 + 3 = 4 എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. 1 + 3 = 4 എന്ന് പറയുന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ദെൻ 4 + 5 = 9 എന്ന് പറയുന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ദെൻ 9 + 7 അല്ലേ കൊടുത്തിരിക്കണേ. ഓക്കെ, 16 എന്ന് പറയുന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ നമ്മളോട് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാറ്റേണിൽ ഇതൊരു പാറ്റേൺ ആണല്ലോ, 1 2 3 അങ്ങനെയാണെങ്കിൽ 4 എന്തായിരിക്കും? ഇതൊരു പാറ്റേൺ ആയിട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ നോക്കി, ഇതിലെന്താ സംഭവിക്കണേ യഥാർത്ഥത്തിൽ? ഇവിടെയുള്ള 4 നേരെ ഇവിടത്തേക്ക് വന്നു, ഇവിടെയുള്ള 9 നേരെ ഇവിടത്തേക്ക് വന്നു അല്ലേ? ഇതല്ലേ സംഭവിക്കണേ? ഇവിടെയൊക്കെ 3 5 7 അങ്ങനെ കൂട്ടി പോകണം. ഇതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. 1 3 5 7 അങ്ങനെ ഓഡ് നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത പാറ്റേൺ സ്വാഭാവികമായിട്ടും എന്ത് വരാനാണ് സാധ്യതയുള്ളത്? ഇവിടെയുള്ള 16 ആദ്യം വരണം അല്ലേ? ഇവിടെയുള്ള 16 ആദ്യം വന്നു. 16 പ്ലസ് അടുത്ത ഓഡ് നമ്പർ ആരാണ്? 3 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 7 കഴിഞ്ഞു. അടുത്ത ഓഡ് നമ്പർ ആരാണെന്ന് വരിക? 9 ആണ് വരിക. 9. അപ്പോൾ 16 + 9 എത്രയാണ് വരിക? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. 16 + 9 നിങ്ങൾക്കറിയാം 25 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ദെൻ ഈ 25 വീണ്ടും താഴെ വരണം. 25 പ്ലസ് അല്ലേ? 25 + 9 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ആരാണ് മക്കളെ? 11 ആണ്. 11. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 25 + 11 ദാറ്റ് ഈസ് 36. 36. അടുത്ത ഈ 36 ഇവിടെ താഴെ വരണം. ഈ താഴെ വന്നു. 36 + 11 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ആരാണ്? 13 ആണ്. എത്രയാണ് ആൻസർ വരിക? 49 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദെൻ 49 പ്ലസ് അടുത്തത് 15 ആണ് വരിക. ദാറ്റ് ഈസ് 64 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ആൻസർ ഇങ്ങനെ, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇത് നമ്മൾ എത്ര വരെ എഴുതണം പറഞ്ഞിരിക്കുന്നത്? കണ്ടിന്യൂ ദിസ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് അപ് ടു 100. ഇവിടെ 100 വരുന്നത് വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതിക്കൊണ്ടേയിരിക്കുക. അടുത്ത 64 ഇവിടെ വരും. ഞാൻ മുഴുവൻ എഴുതുന്നില്ല, ബാക്കി നിങ്ങൾ ചെയ്യണം. 64 + 15 കഴിഞ്ഞ് അടുത്ത 17 ആണ്. അത് എത്രയാണ് വരിക നിങ്ങൾ എഴുതുക. അത് 64 കഴിഞ്ഞിട്ട് അടുത്ത 81 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരു സ്ക്വയർ നമ്പേഴ്സാണ്. അടുത്തത് 81 + 17 കഴിഞ്ഞാൽ അടുത്ത 19 ആണ് വരിക. ദാറ്റ് ഈസ് 100 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 100 വരെയാണ് എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ നോക്കുക, ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നത് ഇവിടെ 3 5 7 ദെൻ ഇവിടെ 9 11 13 15 17 19. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സൊക്കെ ഇങ്ങനെ കൂട്ടി എഴുതിയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസറൊക്കെ എന്താണ്? സ്ക്വയർ നമ്പറാണ്. 100 81 ദെൻ 64 ദെൻ 49 പിന്നെ 36 25 16 9 4 എന്നൊക്കെ പറയണത് സ്ക്വയർ നമ്പേഴ്സാണ്. സ്ക്വയർ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ സ്ക്വയർ നമ്പേഴ്സ് കിട്ടുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് ഇവിടെ പഠിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂ ദിസ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് അപ് ടു 100 എന്നുള്ളതാണ് നമുക്കിവിടെ
ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതുപോലെ നോക്കി എഴുതരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടിൽ ക്വസ്റ്റ്യൻ എഴുതുക. ഇതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പാറ്റേണും കൂടി നമ്മുടെ നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഈ സ്ക്വയർ നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ നമുക്കറിയാം 4 എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഒന്നുകൂടി പറയാം. 2 × 2 ആണ് 4, 9 ആകുമ്പോൾ 3 × 3 ആണ്, 16 ആകുമ്പോൾ 4 × 4 ആണ്. ക്ലിയർ ആണല്ലോ. 25 ആകുമ്പോൾ 5 × 5 ആണ്, 36 6 × 6 ആണ്, 49 7 × 7 ആണ്, പിന്നെ 64 8 × 8 ആണ്, 81 9 × 9 ആണ്, 100 10 × 10 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. അത്തരം ടോപ്പിക്കുകളൊന്നും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് വെക്കണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. മാനവ് കൃഷ്ണ ഷിജിൻ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ സഞ്ജയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ, സ്റ്റുഡൻറ്റ് സേവിങ് സ്കീം. ഓക്കെ, അതിൽ പങ്കെടുക്കേണ്ടവരൊക്കെ പങ്കെടുക്കും കേട്ടോ. ഇറ്റ്സ് എ ഗുഡ് പ്രോഗ്രാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു മെയിൻറ്റെയിൻ ഓർ ലേൺ ദ സേവിങ് സ്കീം. നമ്മുടെ സമ്പാദ്യശീലമൊക്കെ വളർത്തും. പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കയ്യിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല. സേവ് ചെയ്യാനും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും പഠിച്ചാൽ, ചെറിയ പ്രായത്തിലേ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോഴേ ആ ശീലം വേണം. അനാവശ്യമായിട്ട് പണം ചിലവാക്കരുത്. അതേപോലെ തന്നെ കൃത്യമായിട്ട് സേവ് ചെയ്യുകയും ചെയ്യണം. ആവശ്യത്തിന് ചിലവാക്കണം. വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കാനല്ല പറയണം, ആവശ്യത്തിന് ചിലവാക്കണം. പക്ഷേ ഒരു സേവിങ് മെൻറ്റാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാരണം എല്ലാവരുടെയും വീട്ടിൽ പണം ഒരുപാടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ലേ. ദാറ്റ്സ് ഓൾ. ഞാനൊരു അവസരം കിട്ടിയപ്പോൾ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിൽ പേരിട്ടാൽ മതി. ബാക്ക് ടു അവർ ടോപ്പിക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോളോയിങ് കാൽക്കുലേഷൻസ് ചെയ്തു. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ലൈക്ക് 135 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ലൈക്ക് 135 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400 എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണം. ഞാനത് പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് എന്താണ് സംഭവം എന്ന് മാത്രം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആ ചോദ്യം നന്നായിട്ട് വായിച്ച് നോക്കുക. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് 135 പോലുള്ള ഓഡ് നമ്പേഴ്സ് 1 3 5 7 9 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ എത്ര ഓഡ് നമ്പർ കൂട്ടിയാലാണ് 400 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചോദ്യത്തിന് മലയാളത്തിൽ പറയില്ല കേട്ടോ. എക്സാം മുഴുവൻ ഇംഗ്ലീഷിലായിരിക്കും. സോ യു ഹാവ് ടു ഇംപ്രൂവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾസോ. എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നൊക്കെ പറയുന്നില്ലേ, അത് കണക്കെ. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 135 ആർ ആഡഡ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ് വളരെ നല്ല ചോദ്യമാണ്. ഓഡ് നമ്പേഴ്സ് എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയോ നിങ്ങൾ? 400 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പറാണ്. ഓക്കെ, അത് നമുക്ക് അറിയാം. ഇപ്പം നിങ്ങൾ നോക്കുക, 4 എന്ന് പറയുന്നത് ആദ്യത്തെ ഓഡ് നമ്പർ ആരാ? 1 + 3 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 4 എന്ന് പറയുന്നത് സ്ക്വയർ നമ്പറാണ്. ഏതിൻ്റെ സ്ക്വയർ നമ്പറാണ്? 2ൻ്റെ സ്ക്വയർ നമ്പറാണ്. അതായത് ബ്രാക്കറ്റ് ലൈൻ ഇവിടെ എഴുതാം. 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2ൻ്റെ സ്ക്വയർ കിട്ടി. നോക്കേ, ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് 1ഉം 3ഉം എടുത്തപ്പോൾ 2ൻ്റെ സ്ക്വയർ കിട്ടി. ഓക്കെ, അത് 4ആണ്. ഇത് നോക്കണേ, 1 + 3 + 5. അതായത് ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് ഞാൻ ആഡ് ചെയ്തു. നോക്കാം, 5ഉം 3ഉം 8, 8 1 9. 9 എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ് വരിക? 3 × 3 ആണ് വരിക. അതായത് ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 3ൻ്റെ സ്ക്വയർ കിട്ടി. പാറ്റേൺ മനസ്സിൽ കിട്ടണേ. ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 2ൻ്റെ സ്ക്വയർ കിട്ടി. 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 3ൻ്റെ സ്ക്വയർ കിട്ടി. ഇനി 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. 1 + 3 + 5 + 7 എത്രയാണ് വരിക? നിങ്ങൾ പറഞ്ഞേ. 7ഉം 3ഉം 10ഉം 6ഉം 16. അത് എത്രേൻ്റെ സ്ക്വയറാണ് മക്കളെ? 4ൻ്റെ സ്ക്വയർ അല്ലേ? 4 × 4 അല്ലേ? 4 × 4 അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് പാറ്റേൺ പഠിക്കുക. ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 2ൻ്റെ സ്ക്വയർ. പിന്നെ ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 3ൻ്റെ സ്ക്വയർ. ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 4ൻ്റെ സ്ക്വയർ. ഇനി ഒരു ഓഡ് നമ്പറും കൂടി ആഡ് ചെയ്ത് നോക്കാം. 1 + 3 + 5 + 7 +
9 എത്രയാണ് വരിക? 9 + 1 10, 10 കഴിച്ച് ബാക്കി 18 അല്ലേ? 18ഉം 7 25 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 25 ഏതിൻ്റെ സ്ക്വയറാണ്? 5 × 5. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ പാറ്റേൺ ആണ് പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 2ൻ്റെ സ്ക്വയർ, ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 3ൻ്റെ സ്ക്വയർ, ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 4ൻ്റെ സ്ക്വയർ, ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 5ൻ്റെ സ്ക്വയർ കിട്ടി. ഇനി ആദ്യത്തെ 6 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 6ൻ്റെ സ്ക്വയർ കിട്ടും. അതായത് എത്രയാണ്? 6 × 6 36. നിങ്ങൾ നോട്ടിൽ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണേ. ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ കിട്ടും. 7 × 7 7 × 7 ദാറ്റ് ഈസ് 49. അങ്ങനെ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 400 എന്ന് കിട്ടുക? 400 എന്ന് കിട്ടുക. 400 ഏതിൻ്റെ സ്ക്വയറാണ് മക്കളെ? 20ൻ്റെ സ്ക്വയറാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 20 × 20 ആണ് 400 എന്ന് പറയുന്നത്, 400 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും? 20 ഓഡ് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അത് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക? നിങ്ങൾ നോട്ടിൽ ചെയ്യണം. 20 ഓഡ് നമ്പേഴ്സ് ഇത് ഇവിടെ മുതൽ എഴുതിക്കോളൂ. 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 + ഓക്കേനാ, 17 + 19 + 21 + 23 + then 25 + 27 + 29 + then 31 + 33 + 35 + 37 + 39 വരെ എത്ര ഓഡ് നമ്പറായി? എണ്ണി എത്ര ഓഡ് നമ്പറായി മക്കളെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 400 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളത് ചെയ്ത് നോക്കണം. കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ചെയ്തിട്ട് 400 കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് നോട്ട് ബുക്കിൽ തന്നെ 20 വരെയുള്ള എല്ലാ സംഖ്യൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് വരിക. അതായത് 10 വരെയുള്ളയോ 12 വരെയുള്ളോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 13 × 13 ചെയ്തിട്ട് വരിക, 14 × 14 കണ്ടുപിടിച്ചിട്ട് വരിക, 15 × 15 കണ്ടുപിടിച്ചിട്ട് വരിക, 16 × 16 കണ്ടുപിടിച്ചിട്ട് വരിക. അങ്ങനെ 20 × 20 വരെയുള്ള സ്ക്വയർ നമ്മുടെ നോട്ട് ബുക്കിൽ കണ്ടുപിടിച്ച് എഴുതിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കണം. കുറച്ച് ടഫാണ് പുതിയ മാറി വന്ന ടെക്സ്റ്റ് ബുക്ക്. അത് പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ പാരൻസിനോട് കൂടിയാണ് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് ഫെമിലിയർ അല്ലാത്ത പോർഷൻസ് അല്ലെങ്കിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. നമ്മളതുമായിട്ട് യൂസ് ടു ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വി വിൽ ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻസ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഈ പാറ്റേണിൽ അങ്ങ് ചെയ്ത് പോയിട്ട് ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവം. അതിൽ ചോദിക്കുന്നത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ടു ദിസ്? ലാസ്റ്റ് ഓഡ് നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നത്. ലാസ്റ്റ് ഓഡ് നമ്പർ ഏതാണോ നമ്മൾ ആഡ് ചെയ്തത്? 39. ആൻസർ 13 ആണ്. ലാസ്റ്റ് ഓഡ് നമ്പർ ഏതാ? 39 ആണ് ലാസ്റ്റ് ഓഡ് നമ്പർ. നമ്മൾ ആഡ് ചെയ്തതിൽ ലാസ്റ്റ് ഓഡ് നമ്പർ 39 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു ചോദ്യം പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണ് പറയുന്നത് നോക്കാം. Which is the 50th odd number? What is the sum of the odd numbers from 1 to this number എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ പിക്ചർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 25 ഇങ്ങനെ എഴുതും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ. നോട്ട് ബുക്ക് നോക്കിയാൽ 4 എന്ന് വെച്ചാൽ 1 + 2 + 1 നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 9 എന്ന് വെച്ചാൽ 9 ആകുമ്പോൾ 3 × 3 അല്ലേ, അപ്പോൾ 3 വരെ എഴുതണം. 3 സെൻറ്ററിലായിരിക്കും. പിന്നെ 1 + 2
2 + 1 16 ആകുമ്പോൾ എന്താ സംഭവിക്കണേ? 4 വരെ എഴുതണം. 4 മിഡിലുണ്ടാവും. അപ്പോൾ 1 + 2 + 3 പിന്നെ കുറഞ്ഞ് വരണം 3 + 2 + 1. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാലിൻഡ്രോമിക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 2 3 4 3 2 1, അതായത് 4 വരെ കറക്റ്റായിട്ട് വരും, പിന്നെ കുറഞ്ഞ് വരും. ഒരു പാലിൻഡ്രോമിക് പാറ്റേൺ പോലെ കാണാൻ പറ്റും. പാലിൻഡ്രോമിക് നമ്പർ ആണെന്ന് കാണാൻ പറ്റില്ല, ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, 25 ആണെങ്കിലോ 25 ആണെങ്കിൽ എങ്ങനെയാണ് വരിക മക്കളെ? 25 ആണെങ്കിൽ എങ്ങനെ വരിക? 25 5 × 5 അല്ലേ? അപ്പോൾ 5 വരെ പോകേണ്ടി വരും. 1 + 2 + 3 + 4 + 5 പിന്നെ കുറയണം. 4 + 3 + 2 + 1 36 ആകുമ്പോൾ 6 വരെ പോകണം. 36 ആകുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്. 1 + 2 + 3 + 4 + 5 + 6 പിന്നെ കുറഞ്ഞ് വരണം. 5 + 4 + 3 + 2 + 1 നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണില്ല. നമുക്കതിന് മുന്നേ ഉള്ള ഒരു ചോദ്യത്തിലോട്ടേക്ക് നമുക്ക് പോവാം. അതിൽ പറയണത് വിച്ച് ഈസ് ദ 50th ഓഡ് നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ 50ാമത്തെ ഓഡ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇപ്പോൾ 1 3 5 7 9 11 ദെൻ 13 ഇതൊക്കെയാണല്ലോ ഓഡ് നമ്പർ. അതെങ്ങനെ പോട്ടെ, അതിൽ നമ്മളോട് പറയണത് ഇപ്പോൾ മൂന്നാമത്തെ ഓഡ് നമ്പർ ആരാണ്? 5 അല്ലേ? മൂന്നാമത്തെ ഓഡ് നമ്പർ 5 അല്ലേ പറയണത്? അതെങ്ങനെ കണ്ടുപിടിക്കുക? മൂന്നാമത്തെ ഓഡ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 3നെ 2 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 6 അല്ലേ ആൻസർ? അതിൽ നിന്ന് 1 കുറയ്ക്കുക. അത് എത്ര ആൻസർ വരിക? 5. അപ്പം മൂന്നാമത്തെ ഓഡ് നമ്പർ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇനി നോക്ക്, 1 2 3 4 5 അഞ്ചാമത്തെ ഓഡ് നമ്പർ എത്ര? 9 ആണ്. അഞ്ചാമത്തെ ഓഡ് നമ്പർ 9 അല്ലേ? കിട്ടുന്നുണ്ടോ നോക്കാം. അഞ്ചാമത്തെ ഓഡ് നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ 5നെ 2 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 10. അതിൽ നിന്ന് 1 കുറക്കുക. എത്രയാ? 9. ശരിയാ, പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, ഈ കളി കൊള്ളാം. 1 2 3 4 5 6 7ാമത്തെ നോക്കാം. 7ാമത്തെ 13 വരുന്നത്. കിട്ടുന്നുണ്ടോ നോക്കാം. 7ാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ 7നെ 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 1 കുറക്കുക. 7 2 കൊണ്ട് ഗുണിച്ചാൽ 14 -1. 14 1 കുറച്ചാൽ 13. ശരിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെയുള്ള പാറ്റേൺ മനസ്സിലാക്കണം. മൂന്നാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 3നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കുറച്ചാൽ മതി 5. അഞ്ചാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 5നെ 2 കൊണ്ട് ഗുണിച്ച് 10 കിട്ടി, അതിൻ്റെ അകത്ത് 1 കുറച്ചാൽ മതി, ആൻസർ 9. ഏഴാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 7നെ 2 കൊണ്ട് ഗുണിച്ച് 14 കിട്ടി, അതിൽ നിന്ന് 1 കുറച്ചു 13 കിട്ടി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക 50ാമത്തെ നമ്പറല്ലേ ചോദിച്ചത്. 50ാമത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 50നെ 2 കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 100. അതിൽ നിന്ന് 1 കുറക്കുക. എത്രയാണ് ആൻസർ? 99. അപ്പോൾ 50ാമത്തെ ഓഡ് നമ്പർ, ഐ റിപ്പീറ്റ്, ഓഡ് നമ്പർ തന്നെ പറയണം. 50ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 50നെ 2 കൊണ്ട് ഗുണിച്ചു 100 കിട്ടി, അതിൽ നിന്ന് 1 കുറക്കുക. അങ്ങനെ എൻ്റെ ചോദ്യം. ഇത് 50ാമത്തെയാണ്, 50th. 40ാമത്തെ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? 40ാമത്തെ കണ്ടുപിടിക്കാൻ 40നെ 2 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 80 കിട്ടി. -1 എത്രയാ? 79 ആയിരിക്കും. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ ഓഡ് നമ്പർ, 25th ഓഡ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 25നെ 2 കൊണ്ട് ഗുണിക്കുക. 25നെ 2 കൊണ്ട് ഗുണിച്ചാൽ 50 മക്കളെ. അതിനകത്ത് 1 കുറക്കുക. 49. ക്ലിയർ ആണല്ലോ. അതിശക്തമായിട്ട് പഠിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയില്ല, പഠനത്തിലൊരു വിട്ടുവീഴ്ചയില്ല. കുറച്ച് ടീച്ചേഴ്സൊക്കെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസൊന്നും ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നല്ല രീതിയിൽ പഠിക്കണം, വളരെ ആക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിൽ വേറെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to this നമ്പർ? അതായത് ഈ നമ്പർ പേരുള്ള 50 സംഖ്യകൾ, 50 ഓഡ് നമ്പേഴ്സ് ഉണ്ടല്ലോ, 50 ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് വളരെ എളുപ്പമാണ്. 2 ഓഡ് നമ്പേഴ്സിൻ്റെ സം 2ൻ്റെ സ്ക്വയർ അല്ലേ? കാരണം 1 + 3. 2 ഓഡ് നമ്പേഴ്സ് നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1 + 3 4 ആണ്. അപ്പോൾ 2 ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? 2ൻ്റെ സ്ക്വയർ. 3 ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? നോക്ക്, 5 3 8 9. 1 + 3 + 5 അതെത്രയാണ്?
9 അല്ലേ. അപ്പോൾ 2 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ, 3 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ, 4 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 50ൻ്റെ സ്ക്വയർ ആയിരിക്കും. 50ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 50 × 50. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ നമ്പർ മൾട്ടിപ്ലൈഡ് വിത്ത് ദ സെയിം നമ്പർ. ക്ലാസ്സിന് വരാത്തവരുണ്ട് പഠിക്കണേ. സ്ക്വയർ നമ്പർ എന്ന് വെച്ചാൽ എ നമ്പർ മൾട്ടിപ്ലൈഡ് വിത്ത് ദ സെയിം നമ്പറാണ്. അതേ നമ്പർ കൊണ്ട് ഗുണിക്കണം. 50 × 50 എത്രയാണ്? 5 × 5 25 ആണ്. പിന്നെ 2 0 കൂടി ഇടണം. എത്രയാ? 2500 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത് നോട്ടിൽ ചെയ്യണേ, സൈഡിൽ ചെയ്യണം. 50 × 50 കൃത്യമായി ചെയ്ത് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഡയറക്റ്റ് മെത്തേഡാണ് പറഞ്ഞത്. ഡയറക്റ്റ് മെത്തേഡും പഠിക്കണം, ഇൻഡയറക്റ്റ് മെത്തേഡും പഠിക്കണം, എല്ലാ മെത്തേഡും പഠിക്കണം. എല്ലാ മെത്തേഡും വളരെ ഇൻട്രസ്റ്റോട് കൂടി, മാത്തമാറ്റിക്സ് വളരെ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കണം. അപ്പോഴേ നമ്മൾ മാത്സിൽ പുലിയാവുള്ളൂ. ചാക്കോ മാഷ് പറയുന്നില്ലേ, ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം.